കോഴിക്കോട് കോട്ടൂളി കടാംകുന്നത്ത് മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണു. കടാംകുന്നത്ത് സദാനന്ദന്റെ വീടിന്റെ മുകളിലേക്കാണ് വീണത്. സംരക്ഷണ ഭിത്തി മണ്ണോടൊപ്പം ഇടിഞ്ഞു വീണ് അപകടമുണ്ടാവുകയായിരുന്നു. ആളപായമില്ല. രണ്ട് വീടിന്റെയും സുരക്ഷാ ആശങ്കയിലാണ്. മുഹമ്മദ് അസ്ലമിന്റെ റിപ്പോർട്ട്. കോഴിക്കോട് കോട്ടുള്ളി കടാംകുന്നത്ത് ഒരു വീടിന്റെ ചേർന്നുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് മറ്റു വീട്ടിലേക്ക് വീഴുന്ന് വലിയൊരു അപകടം ഉണ്ടായിരിക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കടാകുന്ന സദാനന്ദൻ ആളുടെ വീടിന്റെ അവിടെ അതിനോട് ചേർന്നുള്ള ഭിത്തിയാണ്. നേരത്തെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച് ഉയർത്തിയ ഭിത്തിയാണ്. അത് തകർന്ന് മണ്ണിടിഞ്ഞ് വീണ് തകർന്ന് അടുത്ത വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഈ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ സുരക്ഷിതത്വം ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത വീട്ടിലും പ്രശ്നമുണ്ട്. സദാനന്ദൻ അല്ലെ, താങ്കളുടെ വീടാണിത്. ഇപ്പോൾ എപ്പോഴാണ് ശരിക്കും ഇത് സംഭവിച്ചത്? 9:45 ഇടിഞ്ഞിട്ടുണ്ട്. മഴ ഇന്നലെ ശക്തമായി ഉണ്ടായിരുന്നു. മഴ ഇന്നലെ ഒരു 7 മണി 6 മണിക്ക് മുമ്പ് തുടങ്ങിയ മഴ, പിന്നെ ചോർന്നിട്ടില്ലായിരുന്നു. ഇങ്ങനെ പോയിരുന്നു. അന്ന് രാവിലെ ഒരു 7 മണി 8 മണിക്ക് ആകുമ്പോൾ ചെറിയൊരു മറ്റേ മണ്ണ് ഇങ്ങനെ താന്നുണ്ട്. അപ്പോൾ മണ്ണ് സീറ്റാതായിരിക്കും മഴ ചെയ്തിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നായിട്ട് ചെടിയൊക്കെ ഒന്ന് താന്നു പോവുക, ഉള്ളു താന്നു പോയി. മതിലൊന്നായിട്ട് അങ്ങനെ തന്നെ വീണ്. അപ്പോൾ താഴത്തെ വീട്ടുകാർക്ക് എന്തൊരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ. താമസിക്കുന്ന സ്ഥലത്തൊരു സുരക്ഷിത പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണുന്നതിൻ്റെ അടുക്കള ഭാഗത്ത് പിറകു ഭാഗത്ത് ഏറെക്കുറെ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഉണ്ടായിരുന്ന വാഴകളെല്ലാം പൂർണ്ണമായിട്ട് തന്നെ പോയിട്ടുണ്ട്. താഴെയുള്ള വീട്ടുകാർ ഭാഗ്യത്തിലാണ് ഒരു അപകടമില്ലാതെ രക്ഷപ്പെട്ടത്. മണ്ണിടിഞ്ഞ് വീണ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. വത്സല എന്ന ആളുടെ വീടിൻ്റെ ഉൾഭാഗമാണ്. ഇവിടുത്തെ പല മുറികളിലും ഈ മുറിയിലുണ്ട് ഏറെക്കുറെ അകത്തുനിന്ന് ചുമര് തന്നെ പൊളിഞ്ഞ് അകത്തേക്ക് മണ്ണും അതോടൊപ്പം തന്നെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ തന്നെ വീണിട്ടുണ്ട്. അതിൻ്റെ സീലിംഗ് അവർ ചെയ്തു വെച്ചിരുന്ന സീലിംഗ് ഒക്കെ പൊളിഞ്ഞാണ് താഴേക്ക് വീഴ്ന്നിരിക്കുന്നത്. ഈ വീട്ടിൽ ആ സമയത്ത് ആളുകൾ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് ഒരാൾ ഉണ്ടായിരുന്നില്ല. ആൾ സൗണ്ട് കേട്ട് മാറിയതുകൊണ്ട് അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് വരുമായിരുന്നു. വലിയ ശക്തമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. എന്തായാലും ഈ രണ്ട് വീടുകൾക്കും മറ്റേ വീടിൻ്റെ സുരക്ഷിതത്വം ആശങ്കയാണ്. ഇവിടെയും ഈ വീടിൻ്റെയും വീട് തകർന്ന് ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സുരക്ഷിതത്വവും ആശങ്കയിലായിരിക്കുകയാണ്.